ഞാൻ ആലോചിക്കായിരുന്നു. ഞാൻ എന്താ ആലോചന? ശരിക്കും എന്താ സംഭവിച്ചത്? ദൃശ്യം 2 കണ്ടില്ല. അല്ല, ദൃശ്യം 2 നമ്മുടെ ആ സഹദേവൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ ഇല്ലല്ലോ. സഹദേവന്റെ പണി പോയി എന്ന് പറയുന്നുണ്ടല്ലോ. അല്ല അതല്ല. അതിൽ ചില കളികൾ നടന്നിട്ടുണ്ട്. എന്ത് കളികള്? അതറിയാണ്ട് ഷാജോൻ അത് അറിയാഞ്ഞിട്ടാണ്. പക്ഷെ അത് ചില ദൃശ്യം 1 നന്നായിട്ട് അഭിനയിച്ചില്ലേ സഹദേവൻ? അതേ മാവാ, ദൃശ്യം 1 സഹദേവൻ വെച്ചില്ലേ? ആ, പക്ഷെ സെക്കൻഡ് വന്നപ്പം സഹദേവൻ അവിടുന്ന് പണി പോയല്ലോ സഹദേവന്റെ. അതാണ് ആ പണി കളഞ്ഞവര് പലരും ഉണ്ട്. അത് നമ്മുടെ മുന്നിൽ പിന്നിൽ ശത്രുക്കളുണ്ടെന്ന് ഓർക്കണം. മനസ്സിലായില്ലേ? അതായത് നമ്മൾ ശ്രദ്ധിക്കണം. ഈ ഫീൽഡിൽ നിൽക്കുമ്പോൾ നമുക്ക് പണി കിട്ടും. നമ്മൾ ആരെയും വിശ്വസിക്കരുത് ആദ്യം തന്നെ. മനസ്സിലായില്ലേ? അപ്പൊ അത് ശ്രദ്ധിക്കണമെന്ന് വെച്ചാല് തൊട്ടടുത്തിരിക്കുന്ന ആൾക്കാർ വരണോ. ഞാൻ സൂക്ഷിച്ചോളാം. ഇപ്പൊ ഞാനിവിടെ നിൽക്കുന്നുണ്ടല്ലേ, എന്തുകൊണ്ടാണ്? എന്താണ്? കഴിവേറെ ഉള്ളത് കൊണ്ട്. കഴിവുണ്ടെന്ന് ആദ്യമായിട്ടാണ് ഒരാൾ ഇങ്ങനെ ഒന്ന് പറയുന്നത് ആദ്യം. മനസ്സിലായില്ലേ? അവസ്ഥ അങ്ങനെ പോയി. കാരണം നമ്മള് ശിഥിലമാക്കി കളവിട്ടിട്ട്. ദൃശ്യം 2 ഞാൻ ഷാജോൻ ഉണ്ടെന്ന് കരുതി കാണാൻ വേണ്ടി ഞാൻ പോയി. നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ തലേദിവസം രാത്രി റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് ദൃശ്യം റിലീസിങ്ങനെ എന്നെ കാണാലോ എന്ന് എഴുതിയിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പോലീസ് ഈ കൊറോണയുടെ പ്രശ്നമുള്ള കാരണം എന്നെ പുറത്തേക്ക് ഓടിച്ചു വിട്ട് അവിടെ അത് നിർത്തിയില്ല. എങ്കിലും നമുക്ക് കാണണമല്ലോ, നമുക്ക് ഷാജോനെ കാണാൻ മതിൽ എന്നുള്ളതിൽ ഞാൻ അവിടെ ഇരുന്നു. ഹലോ അമ്മാവ, ഈ ദൃശ്യം 2 കാണാൻ വേണ്ടി നിങ്ങൾ എന്തിനാണ് നോർത്ത് റെയിൽവേ സ്റ്റേഷനിലോട്ട് പോയത്? തലേ ദിവസം പിള്ളേരൊക്കെ വാട്സപ്പ് വഴിയൊക്കെ വാർത്ത മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. എന്ത് പ്ലാറ്റ്ഫോമിലാണ് റിലീസ് ആവണേന്ന് പറഞ്ഞിട്ട്. പിന്നെ നമ്മള് ചേട്ടാ അത് ആ പ്ലാറ്റ്ഫോം അല്ല. അപ്പൊ സൗത്ത് പ്ലാറ്റ്ഫോമിലായിരുന്ന? ഇതൊക്കെ നേരത്തെ ഒന്ന് പറയണ്ടേ? ഒരു OTT പ്ലാറ്റ്ഫോം എന്ന് പറയുന്ന ഒരു പുതിയ സംഭവം ഉണ്ട്, അതിനകത്താണ് അത് വന്നത്. തേടിലൊരു പിടി പിടിച്ചാലോ? ദൃശ്യം തേടിലൊരു പിടി പിടിച്ചാലോ എന്ന്. തേട് ഞാൻ ഇറക്കുന്നുണ്ട്. അല്ല, തേടിന്റെ സ്ക്രിപ്റ്റ് ഞാൻ എല്ലാം ഫിനിഷ് ചെയ്ത് കഴിഞ്ഞൊക്കെയാണ്. അല്ല അമ്മ, അത് പിന്നെ ജിത്തുബായത് എഴുതാനുള്ളൊരു എന്തൊരു പ്ലാനൊക്കെ ഉണ്ടെന്നാണ് അറിഞ്ഞത്. അല്ല അതെന്താന്ന് വെച്ചാലേ ഷാജോനെ, ദൃശ്യം 1, 2 ഒക്കെ പുള്ളി ചെയ്തല്ലോ. പിന്നെ ഹിന്ദി, തമിഴ് എല്ലാം പുള്ളി തന്നെയല്ലേ ചെയ്തത്. ഈ ഒരു പടം എന്നെ കൊണ്ട് ചെയ്യിക്കാൻ ഒരു അവസരം മേടിച്ചെന്നൂടെ? അത് ചെയ്തതുകൊണ്ട് പുള്ളി ചെയ്തതിന്റെ ബാക്കി 3 നിങ്ങൾക്ക് ചെയ്യാൻ അവസരം വേണം. 3 എനിക്ക് ചെയ്യണം, ഞാൻ എടുത്ത്. പിന്നെ ഇതിലെന്ന് പറഞ്ഞാല് നമ്മുടെ സഹദേവൻ നിറഞ്ഞ ആട്. അപ്പൊ നമുക്ക് എന്തായാലും നോക്കാം, ശ്രമിക്കാം. ഒപ്പം കൂടെ കേശവനും. അതാരാ? ലാലണ്ടറില്ലപ്പോ? അല്ല, അതിപ്പോ 1ലും 2ലും വന്നല്ലോ. അപ്പൊ തേടിലൊരു ചേഞ്ചിന് വേണ്ടിയിട്ട് സഹദേവനും കേശവനും കൂടെ പൊളിക്കുകയാണ്. അപ്പൊ ഞാൻ സ്ക്രിപ്റ്റ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജിത്തുവിനെ കേൾപ്പിച്ചു. ജിത്തുവിന്റെ അടുത്ത് ഞാൻ സ്ക്രിപ്റ്റായിട്ട് ഞാൻ ചെന്നു. ജിത്തുവിനോട് ചെന്ന് കഴിഞ്ഞ് ഞാനിത് പറഞ്ഞു, എന്റെ കഥ പറഞ്ഞു കഴിഞ്ഞപ്പോ പുള്ളി എന്നോട് പറഞ്ഞു, ക്ഷണിക്കപ്പെടാതെ ഒരു അതിഥി എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു. എൻ്റെ ഫീൽഡിനെ ശിഥിലമാക്കാൻ കഴിയുന്ന ആ വ്യക്തിയെ ഞാൻ പറഞ്ഞു വിട്ടു. ഒറ്റ അടി കാരണം അടി കൊണ്ട് ഞാൻ മെല്ലെ നടന്നു പോണ വഴിക്ക് തിരിച്ചെന്നെ വിളിക്കണേ പുള്ളി. ഇനിയും നീ സ്ക്രിപ്റ്റായിട്ട് വന്നാൽ ഒരിക്കലും തിരിച്ചറിയാത്ത ലോകത്തേക്ക് നിന്നെ പറഞ്ഞു വിടൂന്ന്. പറഞ്ഞു പോമാ. പിന്നെ ഞാൻ പോയിട്ടില്ല. ഇതിന്നും ഷാജോൺ ഇപ്പൊ എന്താ മനസ്സിലായത്? ഷാജോന് ഇതിൽ താല്പര്യമുണ്ടോ അതോ എന്താണ്? അല്ല, എൻ്റെ ഈ പടത്തില് ഞാൻ ഇപ്പൊ തന്നെ പറഞ്ഞു വിടണോ? ആരും അറിയാത്ത ചേട്ടൻ. അതെ, ഇപ്പൊ ഞാൻ പറഞ്ഞെന്തറിയാമോ, ചേട്ടൻ ചെന്നു, കിട്ടിയത് കിട്ടി. ഇനി വലിയ നാണക്കേടാകാതിരിക്കാൻ ചേട്ടനായിട്ട് ഇത് ആരോടും ഇനി പറയാൻ നിൽക്കാം. എനിക്ക് അടി കിട്ടിയ വാർത്ത ഒരാളോട് നിങ്ങൾ പറയരുത്. ഞങ്ങളായിട്ട് പറയില്ല, ഇതെന്നിലൂടെ തന്നെ അലിഞ്ഞില്ലാതാവട്ടെ. പിഷുവിനും കൂടി ഇപ്പൊ കേട്ടിരിക്കുകയാണ്. പിഷു ആരോടും പറയോ? ഞാൻ ആരോടും പറയില്ല. നിങ്ങളൊരു വലിയ മനുഷ്യനാണ്.